ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയില്ലേ? അപ്പോൾ ക്രിസ്മസിന് നമ്മുടെ ഫ്രണ്ട്സും അതേപോലെ തന്നെ റിലേറ്റീവ്സും എല്ലാവരും വരുമ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കുറേ അധികം റെസിപ്പികളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെന്താണ് ഒരു വെൽക്കം ഡ്രിങ്ക് മുതൽ ഡെസേർട്ട് വരെയുള്ള ഐറ്റംസ് ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ദേ ആദ്യം തന്നെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ള ഗ്രേപ്പ് മൊഹിറ്റോ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 1/2 ലെമൺ ആണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ ദേ ആ ലെമൺ ഫുള്ളായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് എന്നുള്ളൊരു കണക്കിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ലെമൺ മുഴുവൻ അതിലേക്ക് ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ നീര് മുഴുവൻ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് മിൻറ്റാണ്. അപ്പോൾ മിൻറ്റ് ലീവ്സ് ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊരു 3-4 മിൻറ്റ് ലീവ്സ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അവിടുത്തെ 7up എടുത്ത് വെച്ചിട്ടുണ്ട്. 7up നല്ല തണുത്ത 7up ആണ്. അപ്പോൾ 7up അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നല്ല പതഞ്ഞങ്ങോട്ട് പൊന്തും കേട്ടോ. പിന്നെ ഇതിൽ ഐസ് ക്യൂബ്സ് ആവശ്യമുള്ളവർ ഇടുക. ഞാനിതിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ല. നമുക്ക് ശരിക്കും മൊഹിറ്റോയിൽ ഐസ് ക്യൂബ്സും ഇടും കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗ്രേപ്പിൻ്റെ സിറപ്പാണ്. അപ്പോൾ ആ സിറപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മൾ ആ ഗ്രേപ്പ് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് അരിച്ചെടുത്തതാണ്. അത് അതിൻ്റെ മുകളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇനി അടുത്തത് നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ അതേ ഫ്രൈ ആക്കാൻ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ചിക്കൻ ഫ്രൈ ആണ്. അതായത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയും കുറച്ച് ലെമണും ഇത്രയും കൂടി മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ദെൻ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സബോള, തക്കാളി, നോർമൽ നമ്മുടെ മസാല പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല എല്ലാം കൂടി മൂപ്പിച്ചതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതേ ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നമ്മൾ സെറ്റായി റെഡിയായി ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാടൻ രീതിയിൽ ചെയ്തിട്ടുള്ള നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് നമ്മൾ പകുതി ചിക്കൻ വറുത്തിട്ടും പകുതി ചിക്കൻ റോസ്റ്റ് ആയിട്ടുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ അടുത്തത് ഫിഷ് കറിയാണ്. നമ്മൾ ഇവിടെ ചാളയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല നാടൻ ചാളക്കറി. ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ നോർമൽ വെക്കുന്ന ആ ഒരു ഇതിൽ തന്നെ, പക്ഷേ അതിൽ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട് എന്ന് മാത്രം. നോർമലി നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും അതേപോലെ തന്നെ നമ്മുടെ പച്ചമാങ്ങയും എല്ലാം ചേർത്തിട്ട് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് കറി വേവിക്കാൻ വെക്കുന്നത് വെള്ളത്തിന് പകരം അതിൽ തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അതേ ചാളക്കറി നല്ലപോലെ ഒന്ന് പച്ചമാങ്ങ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവാൻ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. റെഡി ആയതിന് ശേഷം കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു കട്ടി തേങ്ങാപ്പാലും കൂടി അതിൽ മിക്സ് ചെയ്യാം. അപ്പോൾ അതേ കറി സെറ്റായിട്ടുണ്ട്. ചാളക്കറി അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് ഇതേ നമ്മൾ നമ്മുടെ വിറകടുപ്പിൽ നല്ല മട്ടൺ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മട്ടൺ മരുന്ന് വെപ്പാണ്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് നമ്മുടെ കാർട്ടിലിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മട്ടൺ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ അതേ മൂടി വെച്ചിട്ടുണ്ട്. അതേ സംഭവം റെഡി ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ കള്ളപ്പമാണ്. കള്ളപ്പം ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആണ് അല്ലേ? അപ്പോൾ കള്ളപ്പം നേരത്തെ രാവിലെ തന്നെ അമ്മ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതേ കള്ളപ്പം ഞാനത് ഓരോന്നായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ എന്നുള്ളൊരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പമാണ്.
അപ്പോൾ നമ്മളിത് നോർമലി ഈസ്റ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കാർട്ടിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ, കള്ളം ഒഴിച്ചിട്ടുള്ളതല്ല, ഈസ്റ്റ് ഇട്ടിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ അതേ ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല എന്താ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കള്ളപ്പമാണ്. അപ്പോൾ കള്ളപ്പം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് പ്ലേറ്റിലൊന്ന് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഡെസേർട്ടിൻ്റെ പണിയിലാണ്. അപ്പോൾ ഡെസേർട്ട് ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഡെസേർട്ട് ഞാൻ തലേ ദിവസം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ അത് ഡെസേർട്ടിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ നല്ല സിൽക്കി ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. നല്ലൊരു സിൽക്കി അല്ലെങ്കിൽ നല്ലൊരു തിക്ക് ഗ്രേവി പോലെ നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ അത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും അതേപോലെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നമുക്ക് കടിക്കാനും കുറേ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെയും കഴിക്കാം, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് നട്ട്സൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ പിക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടോപ്പിംഗ് ആയിട്ട് ഞാൻ നട്ട്സും അതേപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസേർട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. ചിക്കൻ ഉണ്ട്, നമ്മുടെ മട്ടൻ ഉണ്ട്, പിന്നെ അവിടെ ഉപ്പേരി ആയിട്ട് നമ്മുടെ ഇടിച്ചക്ക തോരനാണ്. ഇടിച്ചക്ക തോരനും ഇടിയൻ ചക്ക എന്നൊക്കെ പറയില്ലേ, ഇടിയൻ ചക്കയും മുതിരയും കൂടിയിട്ടുള്ള തോരനാണ്. പിന്നെ സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വിളമ്പാം. അപ്പോൾ അതേ ഒരു ഇലയിൽ ആദ്യം തന്നെ ഞാൻ മട്ടനാണ് വിളമ്പുന്നത്. അപ്പോൾ മട്ടൻ വിളമ്പിയതിന് ശേഷം ഇത് ചിക്കൻ റോസ്റ്റ് വിളമ്പിയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് വിളമ്പിയതിന് ശേഷം നമ്മുടെ ഇടിയൻ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഇടിയൻ ചക്കയും മുതിരയും കൂടിയിട്ട് ഉപ്പേരിയാക്കിയതാണ്. പിന്നെ ഇത് ഇപ്പോൾ ഇട്ടത് നമ്മുടെ ഇഞ്ചമ്പുളിയാണ്. അപ്പോൾ ഇഞ്ചമ്പുളിയുടെ റെസിപ്പി ഞാൻ കാട്ടിലിടാം കേട്ടോ. പിന്നെ ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉണക്കമാങ്ങ പിക്കിളാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. ദെൻ നമ്മൾ കള്ളപ്പം വെച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഇവിടെ ഞാൻ കുക്കുംബർ ജസ്റ്റ് ഒന്ന് വട്ടനെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് ചോറ് വിളമ്പി കൊടുക്കാം. അപ്പോൾ ചോറ് നമ്മളിവിടെ മട്ട റൈസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പപ്പടമാണ്. പിന്നെ കറി ഞാൻ ഒഴിച്ചിട്ടില്ല, അത് ആവശ്യാനുസരണം മീൻകറിയോ സാമ്പാറോ എന്താണെങ്കിലും എടുക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പിയും ഞാൻ കാട്ടിലിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കുറേ അധികം റെസിപ്പികൾ ഞാൻ കാട്ടിലിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെയൊക്കെ ലിങ്ക് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അതിൽ ചോക്ലേറ്റ് നമ്മൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇടാം, ബാക്കി നമ്മൾ കാട്ടിലിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.